മിയ എന്ന് പറയുന്ന ഒരു വ്യക്തി, ആർട്ടിസ്റ്റ് അല്ല, ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു ഭാര്യ അല്ലെങ്കിൽ ഒരു അമ്മ എന്നുള്ള രീതിയിലൊക്കെ മിയ എങ്ങനെയുള്ള ഒരാളാണ്? നല്ലത് മാത്രം പറഞ്ഞാൽ മതി. ഇപ്പൊ പറഞ്ഞത് തന്നെയാണ്, നല്ലത് മാത്രം പറയാനുള്ളൂ. ശരിക്കും എന്നാലും 2-3 പോയിന്റ്സ് ആയിട്ടൊക്കെ പറ, കേക്കട്ടെ. അല്ല എന്നാലും ഇപ്പൊ അതായത് എന്താണ് അശ്വിന് തോന്നിയത്? കാരണം നിങ്ങളൊരു ലവ് മാരേജ് അല്ലായിരുന്നു, അറേഞ്ച് മാരേജ് ആയിരുന്നു. അപ്പൊ ഇൻ ബിറ്റ്വീൻ ഞാൻ ഏതൊരു ഇന്റർവ്യൂവിൽ ഇങ്ങനെ കേട്ടു, അങ്ങനെ മിയയുടെ ഭയങ്കര സിനിമ കണ്ട് അങ്ങനെ ആരാധന മൂത്ത് കല്യാണം കഴിച്ചതൊന്നും അല്ല. അതിനുശേഷമുള്ള ഒരു മിയ അല്ലെങ്കിൽ ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വൈഫ്, അമ്മ, എന്താണ് അങ്ങനത്തെ ഒരാളെ പറ്റി ഇപ്പൊ 4 വർഷമായി ഒരുമിച്ച് നിങ്ങൾ ജീവിക്കുന്നു, ആവുന്നു, എന്താ ഒരു ക്വാളിറ്റി അല്ലെങ്കിൽ ഒരു അങ്ങനത്തെ ഒരു സംഭവം? മിയ മിണ്ടരുത്. ഇപ്പൊ ഈ പറഞ്ഞ വൈഫ് ഇല്ലെങ്കിൽ അമ്മ എന്നുള്ളതെല്ലാം കറക്റ്റായിട്ട് നടത്തുന്ന ഒരാൾ തന്നെയാണ്, ഒരു വ്യത്യാസം തോന്നിയിട്ടില്ല. ആൻഡ് എനിക്ക് ഐ മീൻ ഒരാളായിട്ട് കമ്പയർ ചെയ്യാനുള്ളതെന്ന് പറയുന്നത് എൻ്റെ അമ്മയും മാത്രമേ ഉള്ളൂ. പിന്നെ എനിക്കങ്ങനെ വേറെ കുഴപ്പമൊന്നും തോന്നിയിട്ടില്ല പുള്ളിക്കാരത്തില്ല. അല്ല, ഈ ഞാനൊക്കെ മിയെ കണ്ട സമയം അല്ലെങ്കിൽ ഇപ്പൊ മുതൽ നമുക്ക് മനസ്സിലാവുന്ന കാര്യം എന്ന് പറഞ്ഞാൽ മിയ ഭയങ്കര ഫാമിലി അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അത് അച്ഛന്റെ കാര്യത്തിലാണെങ്കിലും അമ്മയുടെ കാര്യത്തിലാണെങ്കിലും ഒക്കെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കുന്ന, അല്ലെങ്കിൽ അവരുടെയും കൂടി ഒരു സന്തോഷവും ഒക്കെ നോക്കി ജീവിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. പിന്നെ നല്ലൊരു ദൈവവിശ്വാസിയാണ്. അപ്പൊ അതൊക്കെ ഒരു ഫാമിലി ലൈഫിൽ അശ്വിന് എത്രത്തോളം അത് ഹെൽപ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ട്, ഈ വഴക്കുകൾ അല്ലെങ്കിൽ പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്യാനൊക്കെ? ആക്ച്വലി അങ്ങനെ വഴക്കും പ്രശ്നങ്ങളൊന്നും അല്ല, അതുകൊണ്ട് നമുക്ക് അതിനെപ്പറ്റി പറയാനും പറ്റുന്നില്ല. അതെ, ഒരു കൺക്ലൂഷൻ തരാൻ പറ്റില്ല. ഒരു അഭിപ്രായ വ്യത്യാസം എന്തെങ്കിലും ഒരു കാര്യത്തിന് വരുമ്പോ ആരാ വിട്ടുവീഴ്ച ചെയ്യാ? അഭിപ്രായ വ്യത്യാസം വന്നിട്ടുണ്ട്. അഭിപ്രായം വ്യത്യാസം വരാറുണ്ട്, പക്ഷെ കൂടുതലും ഇപ്പൊ പറഞ്ഞ പാട്ട് ഇല്ലെങ്കിൽ എന്ത് സിനിമ കാണണം, ഇല്ലെങ്കിൽ എന്ത് ഭക്ഷണം കഴിക്കണം, അങ്ങനത്തെ ഒക്കെ ഉള്ളൂ. വെരി അല്ലറ ചില്ലറ സാധനം. ഫ്യൂച്ചർ ലൈഫിന്റെ ഒരു കാര്യങ്ങളിലേക്ക് എടുക്കുമ്പോൾ ഞങ്ങൾ പോലും ആലോചിക്കാറില്ല, അതാണ് കുഴപ്പം. അഭിപ്രായ വ്യത്യാസം എനിക്ക് ഓർമ്മ വരുന്നത്, ഒരു പ്രാവശ്യം എന്തോ ഈ അവഞ്ചേഴ്സ് കാര്യങ്ങളൊക്കെ ഇഷ്ടമാണെന്ന് ഞാൻ പറഞ്ഞില്ലേ, ഒരു പ്രാവശ്യം ഇരുന്നിട്ട് മറ്റേ ഹോളിവുഡ് സിനിമകളെ ഭയങ്കരമായിട്ട് ഇങ്ങനെ പുകഴ്ത്തി പറയാണ്. അത് കണ്ടില്ലേ, അതിന്റെ CG വർക്ക് കണ്ടില്ലേ, എത്ര ഭയങ്കര സംഭവമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ഇങ്ങനെ പുകഴ്ത്തുകയാണ്. ഒരു ലെവല് കഴിഞ്ഞപ്പോ എനിക്ക് തോന്നി, ഇത് നമ്മളുടെ സിനിമ ഇൻഡസ്ട്രി ഇകഴ്ത്തുകയാണോ എന്ന് എനിക്കൊരു ഫീലിംഗ് വന്നു. കുറെ അപ്പുറത്ത് ഇങ്ങനെ പുകഴ്ത്തി പറഞ്ഞപ്പോഴത്തേക്ക് എനിക്കൊരു നമ്മളത്ര മോശമൊന്നും അല്ല എന്നുള്ള ലെവലിൽ ഞാൻ അങ്ങ് ജസ്റ്റ് ഇങ്ങനെ പറയാൻ വേണ്ടി ഇങ്ങനെ തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും ഇവരിങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ കൂടുതലായിട്ട് ഇങ്ങനെ പറയുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, അവരുടെ അതിനാണ് നമ്മൾ തർക്കിച്ചത്. അതിന് ഞാൻ തർക്കിച്ചു, കാരണം ഞാനും ഈ ഇൻഡസ്ട്രി പേഴ്സൺ ആയത് കാരണം. ഒന്നാമത്തെ കാര്യം, കമ്പയർ ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള അന്തരമുണ്ട്. അതായത് ബഡ്ജറ്റ് വൈസ് അല്ലെ, അവരെത്രയോ വർഷങ്ങൾ എടുത്തിട്ടാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. അതിന്റെ ബഡ്ജറ്റ് കാര്യങ്ങളെല്ലാം വേറെയാണ്. നമ്മൾ ഈ ചെറിയ മിനിമൽ ബഡ്ജറ്റ് വെച്ചിട്ട് നമ്മൾ അങ്ങനെ ഒരു കാര്യങ്ങൾ അറ്റംപ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും വ്യത്യാസം സ്വാഭാവികമാണ്. പക്ഷെ എന്ന് വെച്ചിട്ട് നമ്മുടെ ഇവിടെ ആരും ട്രൈ ചെയ്യുന്നില്ല എന്നൊന്നും പറയാൻ പറ്റത്തില്ല. അപ്പൊ അങ്ങനെ ഒരു തർക്കം ഞങ്ങൾ തമ്മിൽ ഉണ്ടായിരുന്നു. അതൊരു ആർഗ്യുമെന്റ് നമ്മൾ തല്ലുപിടുത്തമല്ല. ലൈക്ക് സംസാരപ്രിയാണല്ലോ, എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുമല്ലോ. അപ്പൊ ഈ സംസാരപ്രിയനല്ല ആണോ താങ്കള്? അല്ല, കേൾക്കാൻ ഭയങ്കര പ്രിയമുള്ള ആളുണ്ട്, കുഴപ്പമില്ല. കേൾക്കാൻ പ്രിയമുണ്ട്, അല്ലാണ്ട് കുഴപ്പമൊന്നുമില്ല. അപ്പം എപ്പോഴെങ്കിലും അതാണ് ഒരു ആശ്വാസം കേട്ടോ. നമ്മൾ പറയുന്നത് മതി മതി നിർത്ത് അങ്ങനെ പറയാറില്ല. ആക്ച്വലി എല്ലാം കേട്ടോണ്ടിരിക്കും കേട്ടോ. അപ്പൊ നമുക്കാണേലും ഇറക്കി വെക്കാനുള്ളതൊക്കെ ഇറക്കി വെക്കാം, അതൊക്കെ ഇരുന്ന് കേട്ടോളും, കുഴപ്പമില്ല. നമുക്കത് മതി, കേട്ടാ മതി.